നമസ്കാരം. ഇന്ന് വിതരയിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ഇടുക്കി കട്ടപ്പനയിലെ സാബു തോമസിന്റെ മരണം പ്രത്യേക സംഘം അന്വേഷിക്കും. കട്ടപ്പന തങ്കമണി സിഐമാരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. കട്ടപ്പന പോലീസ് സ്റ്റേഷൻ BJP പ്രവർത്തകർ ഉപരോധിക്കുകയാണ്. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി ചെയ്തു. രാഹുൽ, ഈ ആത്മഹത്യാക്കുറിപ്പിൽ 3 പേരെ പേരെടുത്ത് പരാമർശിച്ചിട്ടുണ്ട് സാബു. അതിനുശേഷമായിരുന്നു ആത്മഹത്യ. ഇപ്പോൾ പ്രത്യേക സംഘം അന്വേഷിക്കാൻ തയ്യാറെടുക്കുന്നു. അതിന് മുന്നോടിയായി തന്നെ BJPയുടെ പ്രതിഷേധം സ്റ്റേഷന് മുന്നിൽ നടക്കുന്നുവെന്ന് മനസ്സിലാക്കുന്ന വിവരങ്ങൾ. സുഹേൽ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഇടുക്കി SP ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെറുതോണി, തങ്കമണി, കട്ടപ്പന CIമാരുടെ നേതൃത്വത്തിലുള്ള സംഘം, 9 പേരടങ്ങുന്ന സംഘം ഈ കേസ് അന്വേഷിക്കും എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇത് വലിയ വിവാദമായിരുന്നു, വലിയ വാർത്തയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് SP പോയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ ആത്മഹത്യാക്കുറിപ്പിൽ 3 പേരുടെ പേരുണ്ട്. അവർക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല. ഇത് കഴിയുന്നതിന് മുമ്പ്, ഈ മൃതദേഹം സംസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ നടപടി തുടങ്ങുമെന്ന് പോലീസ് ഉറപ്പ് കൊടുത്തിരുന്നതാണ്. അത് പാലിക്കാത്തതിലാണ് ഇപ്പോൾ എന്തായാലും ഈ പ്രതിഷേധം BJPയുടെ ഭാഗത്ത് നിന്ന് തുടരുകയും ചെയ്തിരിക്കുന്നത്. കട്ടപ്പന പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനൊരു ഉപരോധത്തിന്റെ ആവശ്യം കേരള പോലീസ് സ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസെടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ആ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന 3 ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ അവരെ ഭീഷണിപ്പെടുത്തി എന്നുള്ള വ്യക്തമായ റെക്കോർഡുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രതി ആരാന്നറിയാം. സ്വാഭാവിക മരണമല്ല ഇത്. അയാളെ കൊലപ്പെടുത്ത അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ഈ പറഞ്ഞ ആളുകളുടെ പേരിൽ കേസെടുക്കണം. മനസ്സിലായോ? അപ്പൊ അത് കട്ടപ്പന പോലീസിനെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ ഒക്കെ ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് നമുക്കറിയില്ല. മനസ്സിലായോ? അത് മാത്രമല്ല, കേരളത്തിലെ കോടതിയുടെ മാർഗനിർദ്ദേശ മേൽനോട്ടത്തിൽ ഈ കേസന്വേഷണം നടക്കണം. കോടതിയുടെ മേൽനോട്ടത്തിൽ കേസന്വേഷണം നടക്കണം. അല്ലാതെ ഏതെങ്കിലും പോലീസുകാരെ അന്വേഷിച്ചാൽ പോരാ. അതുകൊണ്ട് അതുവരെ ശക്തമായിട്ടുള്ള സമരവുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി പോവും. ഇവിടെ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് പ്രത്യേകമായ വിവരം കിട്ടിയിട്ടുണ്ടോ? ആരൊക്കെയാണ് നേതൃത്വം കൊടുക്കുന്നത്? കട്ടപ്പന, തങ്കമണി, അതുപോലെ. എന്തായാലും സുഹൈൽ, ഇത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം ഇപ്പോൾ ഈ കട്ടപ്പന പോലീസ് സ്റ്റേഷന് മുൻപിൽ നടക്കുന്നത്. ഈ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകും എന്നുള്ളതും ഈ BJP പ്രവർത്തകരും നേതാക്കളും പറയുകയും ചെയ്തിട്ടുണ്ട്. സുഹൈൽ, നിക്ഷേപ തുക തിരിച്ചു ചോദിച്ചതിന് ബാങ്ക് അധികൃതരുടെ ധാർഷ്ട്യം, അപമാനം. ഇപ്പോൾ രാഹുൽ വിജയൻ നമ്മോടൊപ്പം ചേരുന്നു. രാഹുൽ, സ്വാഭാവിക മരണത്തിന് മാത്രമാണോ പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്? പ്രഥമ ദൃഷ്ട്യാ തന്നെ ആത്മഹത്യാക്കുറിപ്പിൽ 3 പേരുകൾ രേഖപ്പെടുത്തിയിട്ടും ഇവരെ പ്രതി ചേർത്തുകൊണ്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഒരു കേസെടുത്ത് അന്വേഷണം തുടങ്ങാൻ എന്തേ ഇത്ര വിമുഖത പോലീസിന്? ഇതൊരു സ്വാഭാവിക നടപടി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ, ഒരു ആത്മഹത്യ ഉണ്ടായി കഴിഞ്ഞാൽ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുക, അല്ലെങ്കിൽ അത്തരം സാഹചര്യത്തിലാണ് സ്വാഭാവിക മരണത്തിന് കേസെടുക്കുക എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം എന്തെങ്കിലും നടപടികൾ ഉണ്ടാകണമെങ്കിൽ, ഇതിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്കെതിരെ FIR ഇടണമെങ്കിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം. ചില ആളുകളുടെയൊക്കെ മൊഴിയെടുക്കേണ്ടതുണ്ട്. ഇതിൽ ഈ കുടുംബത്തിന്റെ മൊഴിയെടുത്തിട്ടുണ്ട്. ഇനി അവരുടെ ബന്ധുക്കളുടെ മൊഴിയെടുക്കും. മാത്രമല്ല, ഈ ആരോപണം ഉന്നയിക്കുന്നവരുടെയൊക്കെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തി അതിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും അത്തരമൊരു നീക്കത്തിലേക്ക് പോവുക എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. വലിയ പ്രതിഷേധം അല്ലെങ്കിൽ ആരോപണം BJPയും കോൺഗ്രസും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ റോഡിലേക്ക് പ്രതിഷേധക്കാർ നീങ്ങിയിട്ടുണ്ട്. റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അവർ പ്രതിഷേധം കടുപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ഇന്നലെയും ഈ മൃതദേഹം ഉൾപ്പെടെ വിട്ടുകിട്ടണമെങ്കിൽ വലിയ തരത്തിലുള്ള നിബന്ധനകൾ ഇവർ മുന്നോട്ട് വെച്ചിരുന്നു. അതുൾപ്പെടെ ഉറപ്പാക്കും, അല്ലെങ്കിൽ അത് പാലിക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പേരിലാണ് ഈ പ്രതിഷേധം താൽക്കാലികമായിട്ടെങ്കിലും ഇന്നലെ അവർ അവസാനിപ്പിച്ചത് എന്നും പറയുന്നുണ്ട്. അത് ഒരു തരത്തിലും നടപ്പാകാതെ വന്നതോടുകൂടിയാണ് ഇത്തരത്തിലൊരു റോഡ് ഉപരോധിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച് റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ളൊരു സമരത്തിലേക്ക് നീങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ BJPയുടെ പ്രതിഷേധം നടക്കുമ്പോൾ സമാനമായി കോൺഗ്രസിന്റെ പ്രതിഷേധവും ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബഹുജന റാലിയാണ്, ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന പ്രതിഷേധമാണ് നിലവിലൂടെ നടക്കുകയും ചെയ്യുന്നത്. ഇതിൽ നീതി ലഭിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. സാബുവിന് നീതി ലഭിക്കുക തന്നെ ചെയ്യണം.
അതിനുവേണ്ട എല്ലാ തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടാകും. ആ കുടുംബത്തിന് നീതി മേടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഈ BJPയും അതുപോലെ തന്നെ കോൺഗ്രസും ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും ഇന്ന് തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കട്ടപ്പനയിലെ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ്. പോലീസിന്റെ വലിയ സന്നാഹവും ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. എന്തായാലും പ്രതിഷേധ പ്രക്ഷുബ്ധമാണ് കട്ടപ്പന. നിക്ഷേപകന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രഥമദൃഷ്ടിയ ആത്മഹത്യാക്കുറിപ്പിൽ പേര് പരാമർശിച്ചിട്ടുള്ള 3 പേർക്കെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി കേസെടുക്കണമെന്ന ആവശ്യമുയർത്തിക്കൊണ്ടാണ് കോൺഗ്രസും BJPയും സ്റ്റേഷന് മുമ്പിൽ പ്രതിഷേധിക്കുന്നത്. മറ്റു വാർത്തകളിലേക്കാണ്. വീണ്ടും വിവാദ പരാമർശവുമായി CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. രാഹുൽ ഗാന്ധി വയനാട് ജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെയെന്നാണ് വിജയരാഘവൻ പറഞ്ഞത്. പ്രിയങ്ക ഗാന്ധിയുടെ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും ഏറ്റവും മോശപ്പെട്ട വർഗീയ ഘടകങ്ങളായിരുന്നുവെന്നും A വിജയരാഘവൻ പറഞ്ഞു. ഇവിടുന്ന് ഇപ്പൊ 2 ആള് ജയിച്ചില്ലേ ഈ വയനാട്ടിൽ നിന്ന്? രാഹുൽ ഗാന്ധി ജയിച്ചില്ലേ? ആരുടെ പിന്തുണയില്ല രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തിയത്? ആരുടെ പിന്തുണയില്ല? മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഡൽഹിക്ക് എത്തുവോ? അദ്ദേഹമല്ലേ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ്. പ്രിയങ്ക ഗാന്ധി ഇവിടെ നമ്മൾ കണ്ടില്ലേ? ആരൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഓരോ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും? ആരാ? ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ, തീവ്രവാദ ഘടകങ്ങൾ വരെ അതിലുണ്ടായില്ലേ? തീവ്ര വർഗീയ ഘടകങ്ങൾ ഉണ്ടായില്ലേ? അവരെല്ലാം ഉണ്ടായിരുന്നില്ലേ അതില്? അവരെല്ലാമല്ലേ? CPIM വയനാട് ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനത്തിലാണ് വിവാദ പരാമർശം. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പൻ ചെയ്യുന്നു. സുർജിത്ത്, വാവിട്ട വാക്കുകൾ കൊണ്ട് A വിജയരാഘവൻ CPIMനെ പ്രതിരോധത്തിലാക്കുകയാണ്. നേരത്തെ റോഡ് തെരഞ്ഞ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയ ന്യായീകരണം ഏറെ വിവാദത്തിലായിരുന്നു. ഇപ്പോൾ ഇതാ മറ്റൊരു വിവാദ പ്രസ്താവന. പക്ഷേ പാലക്കാട് തോൽവി മുതൽ അവർ ആവർത്തിക്കുന്ന ന്യൂനപക്ഷ പ്രീണനമെന്ന വിവാദം വീണ്ടും വയനാട്ടിലും ആവർത്തിക്കുകയാണ് വിജയരാഘവൻ. വിവരങ്ങൾ. തീർച്ചയായും സുഹൈൽ, ഈ ന്യൂനപക്ഷ വർഗീയത സംബന്ധിച്ചുള്ള ഒരു പരാമർശമാണ് സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ വിവാദ പരാമർശങ്ങൾ വലിയ രീതിയിൽ ഈ സമ്മേളന ഘട്ടത്തിൽ ചർച്ചയാവുകയായിരുന്നു. കാരണം അതായത് നേരത്തെ ഈ റോഡ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് തടഞ്ഞുള്ള ആ പൊതുപരിപാടിയുമായി ബന്ധപ്പെട്ട പരാമർശം വിവാദമായിരുന്നു A വിജയരാഘവൻ്റെ. അതിന് തുടർച്ചയായാണ് ഇപ്പോൾ വീണ്ടും മറ്റൊരു വിവാദ പരാമർശം കൂടി ഉണ്ടായിരിക്കുന്നത്. CPIMന്റെ വയനാട് ജില്ലാ സമ്മേളനത്തിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് ഡൽഹിയിലെത്തിയത് മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയോടെയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പരാമർശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങളായിരുന്നുവെന്നും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. വലിയ തോതിൽ കേരളം വർഗീയവൽക്കരണത്തിന് വിധേയമാവുകയാണ്. ഇതിൽ നല്ല ശ്രദ്ധ പുലർത്തണം. അതോടൊപ്പം തന്നെ ദേശീയമായി നടക്കുന്ന തീവ്ര ഹിന്ദുത്വ വർഗീയതയുടെ കൂടെ ന്യൂനപക്ഷ വർഗീയത കൂട്ടിച്ചേർത്ത് കേരളീയ കുടുംബങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു പരാമർശം വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇവിടെ നടന്ന ഈ ഇലക്ഷൻ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട വർഗീയ ഘടകങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ആ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പൊതുവായി ഇപ്പോൾ വിമർശനമടക്കം ഉയരുന്നത്. കോൺഗ്രസ് അടക്കം അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. എന്തായാലും CPIM ജില്ലാ സമ്മേളനത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം A വിജയരാഘവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. സുഹായൻ, BJP എന്ത് പറയുന്നു അത് തന്നെ ആവർത്തിക്കുകയാണ് CPIMന്റെ മുതിർന്ന നേതാവ് സുർജിത്ത് അയ്യപ്പത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇന്നിതുവരെ തുടരുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനുള്ള കരട് പട്ടികയിൽ കല്ലുകടി. അനർഹർ പട്ടികയിൽ കടന്നുകൂടിയെന്നും ദുരന്തബാധിതർ ചിലർ ഒഴിവാക്കപ്പെട്ടെന്നുമാണ് ആക്ഷേപം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മേപ്പാട് പഞ്ചായത്ത് ഓഫീസിലെത്തി ദുരന്തബാധിതർ പ്രതിഷേധിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം ADMന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചു. പിഴവുണ്ടെങ്കിൽ തിരുത്തുമെന്ന് മന്ത്രി K രാജൻ പറഞ്ഞു. ഈ 2 ലിസ്റ്റിനെ സംബന്ധിച്ച് പരാതികളെല്ലാം സ്വീകരിക്കും. ഇരട്ടിപ്പുണ്ടായാൽ അത് നോക്കും. ഇത് കൃത്യമായി മനസ്സിലാക്കുന്നതല്ലേ? നമ്മളൊരു പേര് പറഞ്ഞാൽ ആ പേരുള്ള അഡ്രസ്സുള്ള ഒരാൾ ഒരെണ്ണമല്ലേ ഭൂമിയിൽ ജീവിച്ചിരിക്കുള്ളൂ. ഞാൻ ഉറപ്പ് പറയുന്നു, ഗവൺമെൻറ്റിന് വേണ്ടി ഒരാശങ്കയും ഉണ്ടാകേണ്ട കാര്യമില്ല. നിലവിലുള്ള ലിസ്റ്റിൽ പെടാതെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇരട്ടിപ്പുണ്ടായ സംഭവങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ പുതിയതായി ഉൾക്കൊള്ളേണ്ട ആളുകളുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയതാണ്. DDMA യോഗം അംഗീകരിച്ചതാണ്. അതിലുള്ള കുറവുകളാണല്ലോ ഈ ദിവസം പരിശോധിക്കുക. അത് പൂർണ്ണമായി പരിഹരിക്കും. സുർജിത്ത് അയ്യപ്പത്ത് വയനാട് ചെയ്തു. സുർജിത്ത്, കരട് പട്ടികയാണ് തിരുത്തപ്പെടേണ്ട പട്ടികയാണ്. എന്തുറപ്പിലാണ് ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നത്?
ഇന്ന് രാവിലെ മുതലാണ് പ്രതിഷേധ പരിപാടികൾ നടന്നത്. കാരണം ഈ കരട് പട്ടികയിൽ 388 പേരാണ് ഉൾപ്പെട്ടിരുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ കരട് പട്ടിക ഔദ്യോഗികമായി പുറത്തിറക്കിയത്. ആ കരട് പട്ടിക പക്ഷേ അതിനകത്തൊരു പരിശോധന ആക്ഷൻ കൗൺസിൽ നടത്തി. ആ പരിശോധനയിലാണ് മുണ്ടക്കയിലെ 11ാം വാർഡിൽ മാത്രം അതിൽ 70ഓളം പേരാണ് ഇരട്ടിപ്പ് വന്നിട്ടുള്ളത്. മാത്രമല്ല പല അനർഹരും അതിനകത്തുണ്ട്. അർഹതയുള്ള ആളുകൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുമില്ല. മാത്രമല്ല പല പാടികൾ ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി ക്രമവിരുദ്ധമായ നടപടികൾ ആ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ് ഈ ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നത്. ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലൊരു ചർച്ചയ്ക്കുള്ള നീക്കമായിരുന്നു നടന്നിരുന്നത്. LSGDയുടെ ജോയിന്റ് ഡയറക്ടറാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുമായി ചർച്ചയ്ക്ക് വേണ്ടി എത്തിയത്. ആ ഘട്ടത്തിലാണ് പ്രതിഷേധവുമായി ഈ സമരസമിതിയുടെ നേതാക്കളും അതോടൊപ്പം തന്നെ ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളും എല്ലാവരും ഹാളിനകത്തേക്ക് എത്തിയത്. അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു ഉപരോധ സമരമാണ് നടന്നത്. ഉപരോധ സമരത്തെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ആദ്യം വൈത്തിരി തഹസിൽദാർ എത്തി. പിന്നീട് ഈ DM പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തി ചർച്ച നടത്തി. ആ ചർച്ചയിലാണ് ഇപ്പോൾ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ആ ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് ADM ചില ഉറപ്പുകൾ നൽകിയത്. അതായത് ഈ ലിസ്റ്റ് പുനഃപരിശോധന വേണമെന്നുള്ള ആവശ്യമാണ് ഈ പ്രതിഷേധക്കാർ ഉന്നയിച്ചത്. അതിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും. അതായത് പരിശോധന വേണ്ട പട്ടിക തന്നെയാണ്, കരട് പട്ടികയാണ്. എന്തായാലും ആരും ഒഴിവാക്കപ്പെടില്ലെന്ന് ഉറപ്പ് മന്ത്രി K രാജൻ 24-ലൂടെ പറയുന്നുണ്ട്. സംഭവത്തിൽ ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുകയാണ് പ്രതിഷേധക്കാർ. പെരുമ്പാവൂരിൽ നിന്ന് കയറ്റി അയച്ച് 7 ലോഡ് അരി ഇറക്കാനാകാതെ പത്തനംതിട്ട കോന്നിയിൽ കെട്ടിക്കിടക്കുന്നു. ഗുണനിലവാരം പരിശോധിക്കുന്നവർ തമ്മിലെ തർക്കത്തെ തുടർന്നാണ് 3 ദിവസമായി അരി കെട്ടിക്കിടക്കുന്നത്. പെരുമ്പാവൂരിൽ ഗുണനിലവാര പരിശോധന പൂർത്തിയാക്കിയെങ്കിലും കോന്നിയിലെത്തിയപ്പോൾ ഗുണനിലവാരം ഇല്ലെന്ന് പറഞ്ഞ് ഇറക്കാൻ അനുവദിക്കുന്നില്ലെന്ന് ഡ്രൈവർമാർ പറഞ്ഞു. അതിൽ എല്ലാം കൂടെ ഒരു വണ്ടിയിൽ 26 ടൺ അരിയുണ്ട്. ഒരു വണ്ടി ഇവർ പറയുന്നതെന്ന് പറയും, ഇവരൊന്നും പറയുന്നില്ല. ഇവർ പറയുന്നത് ഇവിടെ ചെക്ക് ചെയ്തിട്ട് പറയും ഇത് ഇവിടെ ഇറക്കാൻ പറ്റത്തില്ല, ഇതിന് ക്വാളിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. അവിടുന്ന് ഞങ്ങൾ കയറ്റുന്ന സ്ഥലത്തുനിന്ന് 3 പേര് അവിടെ രാവിലെ തൊട്ട് വൈകുന്നത് വരെ ഞങ്ങൾ കയറ്റി തീരുന്നത് വരെ വൈകുന്നത് വരെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് വിട്ട സാധനമാണ്. ഇവിടെ വന്നപ്പോഴേ QC പറയുന്നത് ഇത് ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ പെട്ടുപോയി. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചെയ്യുന്നു. ശ്രീജിത്ത്, ഈ എറണാകുളത്ത് നിന്ന് കയറ്റി അയച്ച ലോറി കോന്നിയിലെത്തിയപ്പോഴേക്കും അരിയുടെ ക്വാളിറ്റി എങ്ങനെയാണ് ഇല്ലാതായത്? എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്? വിവരങ്ങൾ. നമ്മൾ എറണാകുളത്തെ ക്വാളിറ്റി കൺട്രോളറുമായി നമ്മുടെ പ്രതിനിധികൾ സംസാരിച്ചിരുന്നു. അവിടുന്ന് അവർ അറിയിക്കുന്നത് യാതൊരു തരത്തിലുള്ള കുഴപ്പവുമില്ല, ക്വാളിറ്റി എല്ലാം തന്നെ ഓക്കെയാണ്. അങ്ങനെ ഞങ്ങൾ പരിശോധിച്ച് കയറ്റിവിട്ടതാണ് പെരുമ്പാവൂരിലെ ഈ മേരിമാത എന്ന മില്ലിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 6-7 ലോഡ് അരിയാണ് ഇപ്പോൾ കൃത്യമായ രീതിയിൽ കോന്നിയിൽ മാത്രം കെട്ടിക്കിടക്കുന്നത്. കുലശേഖരവതിയിൽ 2 ലോഡ് അരി കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെ കോന്നി, കോഴഞ്ചേരി താലൂക്കുകളിലായാണ് ഇത്തരത്തിൽ അരി ലോഡുകൾ കെട്ടിക്കിടക്കുന്നത്. ഇതിന് പ്രധാനമായും ഇവിടുത്തെ ഉദ്യോഗസ്ഥർ, അത് നമ്മൾ QCയോട്, ക്വാളിറ്റി കൺട്രോളറോടും അതുപോലെ തന്നെ അവിടുത്തെ പാഡി മാനേജറോടൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അവരെല്ലാവരും തന്നെ പറയുന്നത് ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ ക്വാളിറ്റി കൺട്രോളർ പറയാത്ത തങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നാണ്. പക്ഷേ ഇതിനിടയിൽ കിടന്ന് കുടുങ്ങിയത് ഡ്രൈവർമാരാണ്. അവർ പറയുന്നത് തങ്ങൾക്ക് എങ്ങനെയും തിരിച്ചു പോകണം, അടിയന്തര നടപടി വേണമെന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. 3 ദിവസമായി സുഹൈൽ ഇങ്ങനെ കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഈ ലോറി ഇട്ട് ഡ്രൈവർമാർ ഇരിക്കാൻ തുടങ്ങിയിട്ട്, തിരിച്ചു പോയാൽ ലോഡുമായി തിരിച്ചു പോയാൽ വാടക ലഭിക്കില്ല എന്നാണ് പറയുന്നത്. അത്തരത്തിൽ വാടക ലഭിക്കാത്ത ഒരവസ്ഥയിൽ തങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. ഇനി മറ്റു മാർഗ്ഗങ്ങളില്ല, ഈ ലോഡ് ഇവിടെ ഇട്ട് തങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നതെന്നാണ് ഈ ഡ്രൈവേഴ്സ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അടിയന്തര നടപടി വേണം, ഒന്നില്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് റിജക്ട് ചെയ്യുന്നതെന്ന് 2 ക്വാളിറ്റി കൺട്രോളർമാരും ഗുണനിലവാര പരിശോധകരും തമ്മിൽ. ഡ്രൈവർമാരുടെ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിച്ചു കൊടുക്കണം. ശ്രീജിത്ത് തുടരുക. ഒരു വാർത്തയുടെ വിശദാംശം കൂടി തേടേണ്ടതുണ്ട്. BJP പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. പുതിയ മണ്ഡലം പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കാനുള്ള അഭിപ്രായ സർവേ മീറ്റിംഗിനിടെയാണ് കയ്യാങ്കളി. കോന്നി ഭാഗത്തെ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. ശ്രീകുമാരൻ വീണ്ടും ചേരും. ശ്രീജിത്ത്, തുടരാം. സുഹൈല്, ഇത് രാവിലെ മുതൽ ഇത്തരത്തിൽ ചർച്ചകൾ, അഭിപ്രായ സർവേ ചർച്ചകൾ അവിടെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. രാവിലെ മുതൽ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഏതാണ്ട് വൈകിട്ടോടെ ആയപ്പോഴേക്കും വലിയ തോതിലൊരു തർക്കത്തിലേക്ക് വഴിവെച്ചത്. അത് കോന്നി ഭാഗത്തെ ചില മണ്ഡലം പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അർഹതയില്ലാത്തവർ ഈ ചർച്ചയ്ക്ക് പങ്കെടുത്തു എന്ന ആക്ഷേപമാണ് ഒരു വിഭാഗം ഉയർത്തുന്നത്. അങ്ങനെ അതിൽ നിന്ന് 2 പേരെ പിടിച്ച് തള്ളി പുറത്താക്കി. അതിനുശേഷം പുറത്തേക്ക് വഴി റോഡരികാണ്, വെട്ടിപ്പുറത്തെ റോഡരികാണത്. ആ റോഡരികിൽ
കോടതിയിലേക്കടക്കം ഈ തർക്കം നീണ്ടു. എന്തായാലും തൽക്കാലം അഭിപ്രായ സർവേ ചർച്ചകൾ അവിടെ അവസാനിപ്പിച്ച്, അല്ലെങ്കിൽ ആ രണ്ടുപേരെ മാറ്റി നിർത്തിക്കൊണ്ട് ചർച്ചകൾ നടത്തി തൽക്കാലം പിരിഞ്ഞിട്ടുണ്ട്. ഇനി അടൂര് അടക്കമുള്ള മണ്ഡലങ്ങളുടെ ചർച്ചകൾ നടക്കാനുണ്ട്. അവിടെയും കൃത്യമായ രീതിയിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവിടെയും മണ്ഡലം പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ അഭിപ്രായ സർവേയിന്മേലാണ് വാക്കേറ്റവും ഉണ്ടായത്. ശ്രീജിത്താണ് ഇരു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങ്. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.